ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ത്രെഡ്മില്ലിൻ്റെ ഒരു ഇൻസ്റ്റലേഷനാണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ വീട് കണ്ടുപിടിച്ച് നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഹെവി ആയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നടുവൊടിയെന്ന് ഉറപ്പായി. അങ്ങനെ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു 15 HP ത്രെഡ്മില്ല് കാണാൻ സാധിച്ചു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് ലോങ്ങിൻ്റെ ത്രെഡ്മില്ലാണ്. 15 HP മോട്ടറാണ് അതിൽ വരുന്നത്. ഇൻക്ലിനേഷന് വേണ്ടിയിട്ടുള്ള മോട്ടറും ഉണ്ട്. അപ്പം ഓട്ടോ ഇൻക്ലൈൻ ഫീച്ചറും ഇതിനുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 2 പേര് വെച്ച് ചെയ്യേണ്ട ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമാണിത്. പക്ഷേ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ, മെഷീൻ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്ന് ബോക്സ് വെച്ചിട്ട് അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റലേഷൻ നടപടികളിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും നല്ല ഹെവി ഡ്യൂട്ടി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല വെയിറ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു ത്രെഡ്മില്ലാണ്. അതുകൊണ്ട് തന്നെ ഒരു 80% ആയിട്ട് പ്രീ ഇൻസ്റ്റാൾഡ് കണ്ടീഷനിലാണ് സാധനം വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഹാൻഡിൽസ് എല്ലാം പൊക്കിയാലും താഴെ വീണ് പോകത്തില്ല. അത്യാവശ്യം ക്വാളിറ്റി ഹെവി ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ്നെസ് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത് അതിൻ്റെ സ്ക്രൂ സൈഡിൽ വരുന്ന സ്ക്രൂ, 2 ഹാൻഡിലിൻ്റെയും സൈഡിൽ വരേണ്ട സ്ക്രൂ ഇട്ട് മുറുക്കി നല്ലപോലെ ടൈറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ മുറുക്കുക, കാരണം കസ്റ്റമർ റൺ ചെയ്യുമ്പോൾ അത് ലൂസ് ആവരുത്. പിന്നെ അടുത്ത് നമുക്ക് അതിൻ്റെ എമർജൻസി കീ കിട്ടിയിട്ടുണ്ട്, അത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ടാബ് ഫിറ്റ് ചെയ്യുന്ന ടാബ് ഫിക്സ് ചെയ്യേണ്ട ഹോൾഡർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള സ്ക്രൂസ്, എല്ലാ സ്ക്രൂവും എല്ലാ ഫിറ്റിംഗ് പാർട്സും എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരും. പക്ഷേ കസ്റ്റമറുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത് ടാബ് കൂടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് അതിൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ അത് മിസ്സിംഗ് ആണ്. അപ്പോൾ അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാബ് ഫിക്സ് ചെയ്യാനുള്ള ഹോൾഡർ ഫിറ്റ് ചെയ്തു മെഷീനിൽ. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ വരുന്ന ആ ഭാഗം ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും 2 സ്ക്രൂ മെഷീൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അലൻ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ 2 സൈഡിലുള്ള റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും വരുന്ന സ്ക്രൂകൾ നമ്മൾ നല്ലതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്ത്, കാരണം ഇതെല്ലാം നല്ലപോലെ ടൈറ്റ് ചെയ്യണം. കസ്റ്റമറിന് റണ്ണിങ് പാഡിൽ കയറി ഓടി തുടങ്ങുമ്പോൾ ഇതൊന്നും ലൂസ് ആവരുത്, അല്ലെങ്കിൽ ലൂസായി തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്ക് ഒരു 3 ഡ്രോപ്സ് അതിൻ്റെ ലൂബ്രിക്കേഷനായിട്ട് വേണ്ടിയിട്ട് ലൂബ്രിക്കൻ്റ് ഓയിൽ, സിലിക്കൺ ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 3 പൊസിഷനിലായിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റണ്ണിങ് പാഡ് ഒന്ന് പൊക്കിയിട്ട് ഉയർത്തിയിട്ട് ഒരു 3 പോയിന്റിലായിട്ടൊന്ന് ഓരോ ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. 2 സൈഡിലും ചെയ്യണം. ഇനിഷ്യലി ചെയ്തില്ലെങ്കിലും വീക്ക്ലി ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന യൂസർ മാനുവൽ വെച്ചിട്ട് കസ്റ്റമറിന് തന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ചെയ്ത് ടൈറ്റ്നസ്സും പിന്നെ പാഡ് അലൈൻമെൻറ്റും ഈ സിലിക്കണിൻ്റെ യൂസും എല്ലാം അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് യൂസർ മാനുവലിൽ. അപ്പോൾ അതേപോലെ ചെയ്യാം. പിന്നെ കസ്റ്റമർ ഹാപ്പിയാണ്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞപ്പോഴേക്കും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. കസ്റ്റമർ നല്ല ഹാപ്പിയായിട്ട് അത് മെഷീൻ യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.